തൂശനിലയും തുമ്പപ്പൂച്ചോറും അവിയലും കാളനും ഓലനുമെല്ലാം നമ്മൾ മലയാളികളുടെ നാവിൽ കപ്പലോടിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ വിപണിയിലെത്തുന്ന പഴം പച്ചക്കറി വർഗ്ഗങ്ങൾ മിക്കവയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇവ എത്രമാത്രം വിഷമുക്തമാണെന്ന സംശയവും നമുക്കിടയിൽ നിലനിൽക്കുന്നു. അമിതമായ കീടനാശിനി പ്രയോഗവും രാസപ്രയോഗവും പഴം പച്ചക്കറി വർഗ്ഗങ്ങളെ വിഷക്കനികളാക്കി മാറ്റുന്നു. ഇവ കഴിക്കുന്നത് വഴി നമ്മളും ഒരു വിഷക്കലവറയായി തീരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഇവയിലെ വിഷാംശം എത്ര എന്ന് കണ്ടുപിടിക്കുവാൻ പച്ചക്കറി കടകളിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധന നടത്തുന്ന ഒരു സ്കീം കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും ചേർന്ന് 2013 ആരംഭിച്ചു. ഈ പദ്ധതിയുടെ 5ാം വർഷ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. കൃഷി വകുപ്പിന്റെയും കാർഷിക സർവകലാശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് സേഫ് ടു ഈറ്റ്. 2016 ജനുവരി മുതൽ ഓരോ മാസവും പരിശോധിക്കുന്ന സാമ്പിളുകളുടെ എണ്ണം 100ആയി ക്രമീകരിച്ചിട്ടുണ്ട്. ജൈവ ജില്ലയായി പ്രഖ്യാപിച്ച കാസർഗോഡ് നിന്നും ഇതര ജില്ലകളിലെ വിവിധ മാർക്കറ്റുകളിൽ നിന്നും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നു. ശേഖരിച്ച സാമ്പിളുകൾ വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധനാ ലബോറട്ടറിയിൽ എത്തിച്ചാണ് പരിശോധന നടത്തുന്നത്. കീടനാശിനിയെ 100 കോടിയിൽ 1 അംശം വരെ അളക്കുന്ന ഗ്യാസ് ക്രോമാറ്റോഗ്രാഫ്, മാസ് സ്പെക്ട്രോമീറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളും ഈ ലബോറട്ടറിയിൽ ഉപയോഗത്തിലുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർക്കാർ തലത്തിലെ ഒരേ ഒരു കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധനാ ലബോറട്ടറിയാണ് ഇത്. ഇപ്രകാരം ഓരോ സാമ്പിൾ പരിശോധിക്കുന്നതിനും 4500 രൂപ ചിലവ് വേണ്ടിവരുന്നു. വിവിധ ഇനം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ കൂടാതെ വിവിധ ബ്രാൻഡുകളിൽ മാർക്കറ്റിൽ ലഭ്യമായ സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ, ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ, പാക്കറ്റിൽ ലഭിക്കുന്ന വിവിധ ഇനം സുഗന്ധവ്യഞ്ജനങ്ങൾ, മസാലപ്പൊടികൾ എന്നിവയെ വിഷാംശത്തിന്റെ തോതനുസരിച്ച് പ്രത്യേക പട്ടികയായി തിരിക്കുന്നു. കേരള സർവകലാശാല വികസിപ്പിച്ചെടുത്ത വെജി വാഷ് എന്ന ലായനി പഴം പച്ചക്കറി വർഗ്ഗങ്ങളെ വിഷമുക്തമാക്കാൻ ഉപയോഗിക്കാവുന്നതാണെന്ന് പലർക്കും അറിയില്ല. കൃഷിദർശന്റെ ഈ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മലയാളി കുടുംബം അടുക്കളയിലേക്ക് സംസ്കരണത്തിനും ഭക്ഷ്യയോഗ്യതയ്ക്കുമായി എത്തിക്കുന്ന ഒട്ടനവധി ഭക്ഷ്യപദാർത്ഥങ്ങൾ, പച്ചക്കറികളാകാം, പഴങ്ങളാകാം, സുഗന്ധവ്യഞ്ജനങ്ങളാവാം, അത് അല്ലാതെ തന്നെ അരി, ഗോതമ്പ്, ഇങ്ങനെ പല രൂപത്തിൽ നമ്മുടെ അടുക്കളയിലേക്ക് എടുക്കുന്ന സാധനങ്ങളിൽ ഒട്ടുമുക്കാലും പലപ്പോഴും വിഷമുണ്ട് എന്നറിയാതെ തന്നെ അത് കണക്കിലെടുക്കാതെ തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് തുനിയുന്നു. ഇതിൻ്റെ വിഷാംശത്തെ പറ്റിയുള്ള കൃത്യമായ അവബോധം ഇന്ന് നമ്മുടെ മലയാളികൾക്ക് ഉണ്ടെങ്കിൽ കൂടിയും അത് എങ്ങനെ അത് ദൂരീകരിക്കാം, അല്ല എങ്ങനെ അതിനെ വിമുക്തമാക്കാം എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി പലപ്പോഴും നമ്മൾ അജ്ഞരാണ്. ഇത്തരത്തിലുള്ള അവശിഷ്ട വിഷം എത്രയെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ മലയാളികൾക്ക് കൃത്യമായ ശാസ്ത്രീയ അവബോധം നൽകുന്ന സേഫ് ടു ഈറ്റ് പ്രോജക്റ്റിൻ്റെ അമരക്കാരനാണ് ഇന്ന് നമ്മളുടെ കൂടെ ഈ സായാഹ്നം പങ്കുവയ്ക്കാനായി എത്തിയിട്ടുള്ളത്. വെള്ളായണി കാർഷിക കോളേജ്, തിരുവനന്തപുരത്തെ വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി വിഷാംശ അവശിഷ്ട പരിശോധനാ ലാബിൻ്റെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ തോമസ് ബിജു മാത്യു സാർ. ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ പത്രമാധ്യമങ്ങൾ വഴിയും നമ്മുടെ പൊതുജനങ്ങൾക്ക് അവബോധം ശാസ്ത്രീയമായി തന്നെ കൊടുക്കുന്നതിന് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റേത്. സാറിനെ ഏവർക്കും വേണ്ടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി 3 മാസത്തിലൊരിക്കൽ മാർക്കറ്റിൽ നിന്ന് ലഭ്യമായ സാമ്പിളുകൾ, എല്ലാ തരത്തിലുള്ള സാമ്പിളുകളും, അത് സുഗന്ധവ്യഞ്ജനങ്ങളും പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും ഇങ്ങനെയുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഈ അവശിഷ്ട പരിശോധന ലാബുകളിൽ എത്തിച്ചിട്ട് നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടി വെബ്സൈറ്റ് വഴി ഇതിൻ്റെ എത്ര അവശിഷ്ടമുണ്ട് എന്നുള്ളത് പ്രസിദ്ധീകരിക്കുന്ന ഒരു സേഫ് ടു ഈറ്റ് പ്രോജക്റ്റ് ഉണ്ട്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് പലർക്കും അത്ര ധാരണ ഉണ്ടാവില്ല. വളരെയധികം ശാസ്ത്രീയമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഈ വിഷാംശ പരിശോധന നടത്തുന്നത്. ഈ പ്രോജക്റ്റിനെ കുറിച്ചും ഇത്രമാത്രം ആശങ്കയ്ക്ക് ഇത്തരുണത്തിൽ മലയാളിക്ക് ഭയപ്പെടേണ്ടതുണ്ടോ
കൃത്യമായ അളവിൽ എന്തൊക്കെയാണ് അതിനകത്ത് ചേർന്നിരിക്കുന്നത്? നമ്മൾ തുടക്കത്തിൽ ഈ പ്രോജക്റ്റ് വന്ന സമയത്തുള്ള അളവ് എത്ര, എന്നാൽ ഇപ്പോൾ നിൽക്കുന്ന ഒരവസ്ഥ എന്താണ്? ഇത്തരത്തിലുള്ള ജൈവ പച്ചക്കറികളുടെ വളരെ വിപുലമായ മാറ്റം ഈ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്? നമുക്കതിനെപ്പറ്റി ഒന്ന് പരിശോധിക്കാം. സർ, വെള്ളായണി കാർഷിക കോളേജിൽ കീടനാശിനി അവശിഷ്ട പരിശോധനാ ലാബിൽ സർവകലാശാലയും കാർഷിക സർവകലാശാലയും കൃഷിവകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ എന്തൊക്കെയാണ് നമുക്കിപ്പോൾ പൊതുജനത്തിനോട് ലേറ്റസ്റ്റ് ആയിട്ട്, കാരണം ഇപ്പോൾ വാർഷിക റിപ്പോർട്ട് വന്നിരിക്കുന്ന സമയമാണ്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഓരോ വർഷവും പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ടിൻ്റെ കണക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ആശയ്ക്ക് വകയുണ്ട്. 2013 കണക്ക് നോക്കിയാൽ അതിൻ്റെ 18% വരെ, നമ്മൾ ആകെ പരിശോധിച്ച 1000-ൽ പരം സാമ്പിളുകളിൽ 18% വരെ വിഷാംശം കണ്ടെത്തിയപ്പോൾ 2014 അത് 10% കുറഞ്ഞു, 2015 അത് 9%, 2016 കണക്ക് 8% നിൽക്കുകയാണ്. ഇപ്പോൾ സാമ്പിൾ ശേഖരണത്തിലെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാമെങ്കിലും ഇത് തീർച്ചയായിട്ടും ഇത് വളരെ നമുക്ക് ആശയ്ക്ക് വഴി നൽകുന്നുണ്ട്. കാരണം കേരളത്തിൽ ഇതൊരു ജൈവ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കൃഷി വകുപ്പും സർവകലാശാലയും ഒക്കെ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തി. അതിലെല്ലാം ഉപരി പൊതുസമൂഹം ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പം ഈ ശതമാന കണക്ക് പറഞ്ഞത് എത്ര സാമ്പിൾ പരിശോധിക്കുമ്പോഴാണ് ഈ 3 മാസത്തിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എത്ര സാമ്പിളുകളാണ് പരിശോധിക്കുന്നത്? ഒരു വർഷം 1200 ടാർഗറ്റ് വെച്ചിരിക്കുന്നത്, എങ്കിലും പലപ്പോഴും 1300, 1400 വരെ സാമ്പിളുകൾ പരിശോധിക്കും. അതായത് ഒരു മാസം നമുക്ക് പരമാവധി 100-110 സാമ്പിളുകളാണ്. കാരണം ഈ ഉപകരണങ്ങളിലെ ഒക്കെ അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട്, ഒരു ലിമിറ്റുണ്ട്. അത് വെച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന എണ്ണം എന്ന് പറയുന്നത് പ്രതിമാസം 100 മുതൽ 110, 120 വരെ. ഈ സാമ്പിളുകൾ എവിടെ നിന്നാണ്, ഏത് രീതിയിലാണ് ശേഖരിക്കപ്പെടുന്നത്? എല്ലാ ജില്ലകളിലും റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള പൊതുവിപണികൾ, ജൈവം എന്നുള്ള ബ്രാൻഡ് ചെയ്ത് സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റുകൾ, മറ്റ് കർഷകരുടെ കൃഷിയിടങ്ങൾ, ഇവിടെയെല്ലാം വെള്ളായണിയിൽ നിന്നുള്ള റിസർച്ച് ഫെലോസ് പോയി അവിടെ ചെന്ന് നേരിട്ട് സാമ്പിളുകൾ ഓരോ കിലോ വീതം ഓരോ ഇനം പച്ചക്കറികളുടെയും പലവർഗ്ഗങ്ങളുടെയും സാമ്പിളുകൾ കൊണ്ടുവന്ന് വെള്ളായണിയിൽ എത്തിച്ച് പരിശോധന നടത്തുകയാണ്. കാസർഗോഡ് വരെ ഇവിടെ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്ത് കാസർഗോഡ് വരെ പോയാണ് ശേഖരിച്ചുകൊണ്ട് വന്ന്. ഇതിനു പുറമെ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കൃഷി വകുപ്പിൻ്റെ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം എല്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ അതാത് ജില്ലകളിൽ നിന്ന് ജൈവ കൃഷി നടത്തുന്ന അല്ലെങ്കിൽ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ്, നല്ല കൃഷി നടത്തുന്ന കർഷക ക്ലസ്റ്ററുകളുടെ ഫീൽഡിൽ നിന്നുള്ള സാമ്പിളുകളും അവിടെ നിന്ന് എത്തിക്കുന്നതും പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ഒരു വർഷമുള്ള 1200, 1300, 1400 വരെയുള്ള പരിശോധന. ഈ പരിശോധനയുടെ റിസൾട്ടുകൾ ഏത് വെബ്സൈറ്റ് ഒന്ന് പറയാമോ? സംസ്ഥാന ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ് പോർട്ടലായ kerala.gov.in kerala.gov.in എന്നിട്ടുള്ള വെബ് പേജ്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെയൊക്കെ പടമുള്ള ആ പേജിൻ്റെ ഏറ്റവും താഴെ റിപ്പോർട്ട്സ് എന്നൊരു ചെറിയ ഐക്കോണുണ്ട്. അതിലേക്ക് പോയിന്റ് ചെയ്യുമ്പോൾ താഴെ റിപ്പോർട്ട്സ് ആൻഡ് മാനുവൽസ് തെളിയും. ഈ റിപ്പോർട്ട്സ് ആൻഡ് മാനുവൽസ് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിച്ച്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ച 31ാമത്തെ റിപ്പോർട്ടാണ് ഏറ്റവും മുകളിൽ വരുന്നത്. അതിൽ നിന്ന് താഴെ 1ാം റിപ്പോർട്ട് മുതൽ 31 വരെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇതെല്ലാം 1 സെക്കൻഡ് കൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിനകത്ത് സകല വിശദാംശങ്ങളും ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ റിപ്പോർട്ട് വിശദമായി കാണണം. അതിന് ഇടയ്ക്കൊരു കോൾ ഉണ്ട്. സർ, ഹലോ. ആരാണ്? ഹലോ, ശരീഷയാണ്, കണ്ണൂർ. ചോദിച്ചോളൂ. നമ്മളിപ്പോ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങുന്നുണ്ടല്ലോ, ചോദിക്കാം. അതില് വിഷാംശം ഉണ്ടെന്ന് നമുക്കെങ്ങനെ മനസ്സിലാവാം? അതിനുവേണ്ടിയാണ് മാഡം നമ്മൾ ഈ പരിശോധന നടത്തുന്നത് തന്നെ. കൃഷി വകുപ്പ് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പൊതുസമൂഹത്തിന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര സുതാര്യമായ പരിശോധന നടത്തുന്നതും കൃത്യമായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നു. ആ റിപ്പോർട്ടുകൾ പത്രം വഴി എല്ലാ പൊതുസമൂഹത്തിൻ്റെയിലും എല്ലാ മാധ്യമങ്ങളും, ദൃശ്യമാധ്യമങ്ങളും പ്രിന്റ് മാധ്യമങ്ങളും അപ്പോൾ തന്നെ റിപ്പോർട്ട് എന്ന് പ്രസിദ്ധീകരിക്കുന്നോ, ഈ 15-ാം തീയതി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു, 16-ാം തീയതി എല്ലാ പത്രങ്ങളിലും ഇത് വന്നു. അപ്പോൾ ഈ വാർത്തകൾ വഴി നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച വഴി മാത്രമേ നമുക്കിത് എല്ലാ ആൾക്കാരിലും എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. 31 റിപ്പോർട്ടുകളാണ് ഇതുവരെ പ്രസിദ്ധീകരിച്ചത്. ഈ പരിശോധന നടത്തുന്നതിനുള്ള പൂർണ്ണമായ ചെലവ്
കൃഷി വകുപ്പ് കാർഷിക സർവകലാശാലയ്ക്ക് വർഷം തോറും ഗ്രാൻഡായിട്ട് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതുവരെ ഈ 5 വർഷം ഈ പരിശോധന തുടർന്നതും ഈ 5 വർഷം കൊണ്ട് ഏതാണ്ട് 7500 സാമ്പിൾ പരിശോധിച്ചതിൻ്റെ വിവരങ്ങളടങ്ങിയ 31 റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത്. ഷെരീഫ, എന്തായാലും ഇങ്ങനെ നമുക്ക് കാഴ്ചയിൽ കാണുമ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള സാമ്പിൾ എടുത്ത വഴി തന്നെയാണ്. നമ്മുടെ ഒരു സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനത്തിൻ്റെ ഒരു ചെറിയൊരു ലോട്ടാണ്. അപ്പോൾ തീർച്ചയായും അത് ആ രീതിയിൽ നമുക്കത് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും സാർ, നമുക്ക് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ കാലാവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വളരെ കുറവാണ്. ഒരു 20-25 ഇനങ്ങൾ മാത്രം. എന്നാൽ നമ്മുടെ അടുക്കളകളിൽ നമുക്ക് 60ഓളം ഇനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ സുഗന്ധവ്യഞ്ജനങ്ങൾ, നമ്മളിത് പാകപ്പെടുത്താനോ ഉപയോഗിക്കുന്ന മസാലപ്പൊടികൾ, ഇതൊക്കെ തന്നെയും വിഷാംശം കലർന്നിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വീട്ടിലെ തന്നെ പൊടിക്കൈകൾ ഉപയോഗിച്ച്, ചില ടിപ്സ് ഉപയോഗിച്ച് ഈ വിഷാംശമുള്ള സാധനത്തിന് നമുക്ക് എങ്ങനെ തരണം ചെയ്യാം? അതിലൊരു കാര്യം ഞാൻ വളരെ ഇതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, പുറത്തുനിന്ന് വരുന്ന അന്യസംസ്ഥാന സാധനങ്ങളാണ് ഇതിൽ ഏറിയ പങ്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉൽപ്പാദനത്തിലും കീടനാശിനികളുടെ ഉപയോഗത്തിലും നമുക്ക് വരുത്താൻ പറ്റുന്ന കൺട്രോള് വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ളതിനകത്ത് എന്താ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? അച്ഛ പറഞ്ഞ ശരിയാണ്. പച്ചക്കറികളുടെ കാര്യത്തിൽ നമുക്ക് ഇതിനൊരു പരിധിവരെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു. കാരണം പച്ചക്കറികളിൽ ചില പച്ചക്കറികൾ, ശീതകാല പച്ചക്കറികൾ കേരളത്തിൽ അപൂർവം ചില ജില്ലകളിലെ കൃഷി പറ്റുന്നുള്ളൂ. എങ്കിൽ പോലും ടെറസിലും മറ്റും ക്യാബേജും കോളിഫ്ലവറും കൃഷി ചെയ്യാൻ തുടങ്ങി ഒരു സീസണിലെങ്കിലും. അതൊരു നല്ല മാറ്റമാണ്. എന്നാൽ പച്ചക്കറികളെ അപേക്ഷിച്ച് ഈ പച്ചക്കറി നമ്മൾ അരിഞ്ഞ് നുറുക്കി ഓരോ കറികളായിട്ട്, സാമ്പാറോ അവിയലോ ഓരോ കറികളായിട്ട് വെക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇതാണ് ഞങ്ങളുടെ ഈ പരിശോധനാ ഫലം തന്നെ. ഇപ്പോൾ 2016 റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ പച്ചക്കറികളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പറഞ്ഞല്ലോ 18% എന്നുള്ളത് 8% കുറഞ്ഞു. പക്ഷേ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യത്തിൽ വലിയ മാറ്റമില്ല. പ്രത്യേകിച്ച് മുളകില്ലാതെ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഏത് സാധനത്തിനും മുളക് വേണം. അത് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെയുള്ള എല്ലാ പാചകത്തിനും മുളക് വേണം. ഈ മുളക് വരുന്നത് മുഴുവൻ എവിടുന്ന? കേരളത്തിൽ മുളക് കൃഷിയില്ല. മുളക് മുഴുവൻ കൃഷി ചെയ്യുന്നത് തമിഴ്നാടോ കർണാടകയോ ആന്ധ്രയിലെ ഗുണ്ടൂരാണ് മുളക് മാർക്കറ്റിന്റെ കേന്ദ്രം ദക്ഷിണേന്ത്യയിലെ. ഈ ഗുണ്ടൂരിൽ നിന്നാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ബ്രാൻഡിൽപ്പെട്ട മുളക് പൊടികളും അതിനുള്ള മുളക്, അസംസ്കൃത വസ്തുവായിട്ടുള്ള വറ്റൽ മുളക് വാങ്ങിക്കൊണ്ടുവരുന്നത് ഈ ഗുണ്ടൂരിൽ നിന്നാണ്. അപ്പോൾ അവിടെ വരുന്ന മുളക് എന്ന് പറഞ്ഞാൽ എത്രയോ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന ആൾക്കാരുടെയാണ്. ഹലോ 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 ആരാണ്? ഹലോ, ചോദിക്കാം. പേര് പറയാമോ? ഹലോ, അസ്മിന. ലീന. ആ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാസർഗോഡ്. ശരി ലീന, ചോദിക്കോ. കാസർഗോഡ് വിളിക്കുന്നതാണ്. അതെ, ചോദിക്കാം ലീന. പറഞ്ഞോ. കാസർഗോഡ്. സന്തോഷം, പറഞ്ഞോ. എന്റെ ഈ മാങ്ങയിലൊക്കെ ഈ മരുന്നടിക്കുമ്പോ അത് നമ്മുടെ ശരീരത്തെ എത്ര തരം ദോഷകരമായി ബാധിക്കുമെന്നൊന്ന് പറഞ്ഞു തരാമോ? അതിപ്പോ എങ്ങനെയാണിപ്പോ പറഞ്ഞോ. അതിപ്പോ മരുന്ന് ഇപ്പൊ മാങ്ങ കൊണ്ടുവരുമ്പോ മരുന്ന് നന്നായി മണക്കുന്നുണ്ട്. അതെന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അതിപ്പോ അത് മരുന്നടിച്ചുകൊണ്ട് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് പറയാം. ഉത്തരം പറയാം. ശ്രദ്ധിച്ചോ. മാങ്ങയുടെ കാര്യത്തിൽ ഞങ്ങളുടെ പരിശോധനയിൽ ഇപ്പോൾ ചോദിച്ചതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഫലമാകേണ്ടത്. മാങ്ങ പരിശോധിച്ചപ്പോൾ വളരെ ചുരുങ്ങിയ ചില സാമ്പിളുകളിലെ കീടനാശിനി വിഷം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. പറഞ്ഞത് ചിലപ്പോൾ അതായിരിക്കും. മാങ്ങ കൃത്രിമമായി പഴുപ്പിക്കാനായിട്ട് കാൽഷ്യം കാർബൈഡ് കച്ചവടക്കാർ ഉപയോഗിക്കുന്നുണ്ട്. മാവ് കൃഷി ചെയ്യുന്ന കർഷകരല്ല, കച്ചവടക്കാർ ഈ കാൽഷ്യം കാർബൈഡ് ചെറിയ പാക്കറ്റിലാക്കി കാർട്ടണിനകത്ത് അധികം വിളയാത്ത മൂക്കാത്ത മാങ്ങ പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് ഇതിനടിയിൽ വയ്ക്കുന്നു. ഈ കാൽഷ്യം കാർബൈഡ് ആ അന്തരീക്ഷത്തിലുള്ള ഈർപ്പുമായിട്ട് പ്രവർത്തിച്ച് അസറ്റിലിൻ എന്ന് പറയുന്ന വാതം ഉണ്ടാകുന്നു. ഈ അസറ്റിലിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് മാങ്ങയുടെ പുറത്തെ തൊലി പെട്ടെന്ന് സ്വർണ്ണ നിറമായിട്ട് മാറുന്നത്. ഇതൊരു നൈസർഗികമായ പഴുക്കൽ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്ന ഒരു കൃത്രിമ പ്രക്രിയ. സ്വാഭാവികമായിട്ടും എഥിലീനാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്. എഥിലീന് പകരം അസറ്റിലീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പൊടി ഉപയോഗിക്കുന്നു. ഇത് നിരോധിച്ച 1951 പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ടിൽ നിരോധിച്ചതാണ്. ഇത് കണ്ടെത്തിയാൽ, തെളിവ് സഹിതം കണ്ടെത്തിയാൽ വളരെ കർശനമായ ശിക്ഷയ്ക്ക് വരെ വകുപ്പുണ്ട്. എങ്കിലും ഇത് നടക്കുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ആരോഗ്യ പ്രശ്നം. കാരണം ആ കാൽഷ്യം കാർബൈഡ് നമ്മുടെ ഉള്ളിലെത്തിയാൽ കുഴപ്പമാണ്. എന്നാൽ അതിൽ നിന്നുള്ള അസറ്റിലിൻ വാതകത്താൽ പഴുപ്പിക്കപ്പെടുന്ന
ആ മാങ്ങയാണ് നമ്മൾ കഴിക്കുന്നത്. ആ മാങ്ങയിൽ ഇതിൻ്റെ അവശിഷ്ടമൊന്നും കണ്ടെത്തിയിട്ടില്ല. വിഷപ്രയോഗം ഉണ്ടെന്നുള്ളത് സംശയം വളരെ ശരിയാണെങ്കിലും പൊതുവെ പഴവർഗ്ഗങ്ങൾ മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളെ അപേക്ഷിച്ചും ചില പച്ചക്കറികളെ അപേക്ഷിച്ച് പഴവർഗ്ഗങ്ങൾ പൊതുവെ സുരക്ഷിതമാണെന്നാണ് കാർഷിക സർവകലാശാലയുടെ ഈ 7500 സാമ്പിൾ പരിശോധിച്ചതിൻ്റെ 5 വർഷത്തെ റിപ്പോർട്ടിൻ്റെ സംക്ഷിപ്തം നോക്കിയാൽ പഴവർഗ്ഗങ്ങൾ പൊതുവെ സുരക്ഷിതമാണെന്നാണ്, മുന്തിരി ഒഴികെ. സർ, നമുക്ക് ആ വാർഷിക റിപ്പോർട്ട് പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊന്ന് കാണിക്കണം. അതെ, ഇതിൽ ഓരോ ഈ റിപ്പോർട്ടിനകത്ത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഓരോ പച്ചക്കറി, ഇപ്പോൾ ബീൻസ് നമ്മൾ എത്ര സാമ്പിൾ പരിശോധിച്ചു, സാമ്പിൾ 1 എന്ന് പറയുമ്പോൾ അതിനകത്ത് കണ്ട വിഷാംശത്തിൻ്റെ പേര്, അതിൻ്റെ അളവ്, സാമ്പിൾ 2, ഇത് പല ഈ സാമ്പിളുകൾ എവിടെ നിന്ന് ശേഖരിച്ചു എന്നുള്ള അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ജില്ലയിലാണ്. കത്തിരിയിൽ കണ്ടെത്തിയത് പ്രൊഫനോഫോസ്, ഇത് ചുവപ്പ് നിറത്തിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ വിശദീകരണം താഴെ കൊടുത്തിട്ടുണ്ട്. അത് കേരള സംസ്ഥാന സർക്കാർ 2011 നിരോധിച്ചതാണ്. ഇപ്പോൾ കേരളത്തിൽ പാടെ നിരോധിച്ചിട്ടും ഈ കത്തിരി വരുന്ന അന്യസംസ്ഥാനത്തു നിന്നാകുമ്പോൾ ആ കത്തിരിയിൽ കൂടെ നിരോധിക്കപ്പെട്ടത് നമ്മുടെ ഉള്ളിൽ കുറേശ്ശെങ്കിലും എത്തുന്നുണ്ട്. കോളിഫ്ലവറിൽ കണ്ടത് ഇതേ പ്രൊഫനോഫോസ്, ഈ പ്രൊഫനോഫോസ് കേരളത്തിൽ നിരോധിച്ചതാണ്. പിന്നെ സെലറി എന്ന് പറയാൻ നമ്മൾ അധികം ഉപയോഗിക്കുകയില്ല, എങ്കിലും അതുകൊണ്ട്. സാമ്പാർ മുളകിൽ എത്തയോൺ, ഇത് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് സംശയിക്കപ്പെടുന്നതാണ്. മല്ലിയില നമ്മളെല്ലാ കറികളിലും പ്രത്യേകിച്ച് രസത്തിലുമൊക്കെ അവസാനം ചേർക്കുന്നതാണല്ലോ മല്ലിയില. മല്ലിയിലയിൽ കണ്ടെത്തിയ വിഷത്തിൻ്റെ പട്ടികയാണിത്. ക്ലോർപൈറിഫോസ്, മാലത്തിയോൺ, പ്രൊഫനോഫോസ്, അവിടെയും നിരോധിച്ചതാണ് ചുവപ്പ് നിറത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ സാമ്പിൾ കണ്ടത്. പച്ചമുളക്, ഈ പച്ചമുളകിലും പ്രൊഫനോഫോസ്. അപ്പോൾ ഈ പച്ചമുളക് എവിടെ നിന്നാണ് വരുന്നത്? കേരളത്തിൽ നമുക്ക് മുളക് കൃഷി നമ്മുടെ വീട്ടുവളപ്പിലോ ടെറസിലോ ഉള്ള മുളക് മാത്രമേ ഉള്ളൂ നമുക്ക്. എന്നാൽ ഈ മുളകിൻ്റെ സിംഹഭാഗം, നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമുളകിൻ്റെ സിംഹഭാഗവും വരുന്ന അന്യസംസ്ഥാനത്തു നിന്ന്. കാരണം കേരളത്തിലെ ഒരു വിളയല്ല, കാർഷിക വിളയല്ല മുളക്. എങ്കിലും ഇപ്പോൾ കൃഷി വകുപ്പ് മുളക് കൃഷി വളരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. BFPCക്കൊക്കെ മുളകിൻ്റെ തൈകൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് വീട്ടമ്മമാർ ഇതിൻ്റെ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ ആശ്വസിക്കാൻ. കോവയ്ക്കയിൽ വളരെ കുറവാണ്, ഒരു സാമ്പിളിൽ മാത്രം 27 സാമ്പിൾ പരിശോധിച്ചപ്പോൾ ഒറ്റ ഒരെണ്ണത്തിലേ കണ്ടെത്തിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആ എണ്ണം കൂടെ നോക്കിയല്ല. എന്നാൽ കറിവേപ്പിലയുടെ സ്ഥിതി അതല്ല. കറിവേപ്പിലയിൽ ഒന്നാമത്തെ സാമ്പിളിൽ വീണ്ടും നിരോധിത കീടനാശിനി കണ്ടെത്തി, രണ്ടാമത്തേത് 3, 4, 5, 6, 7, 8 ഇങ്ങനെ നോക്കിയാൽ ഒരു വലിയ ലിസ്റ്റാണ്. ഓരോ സാമ്പിളിൽ ഓരോ ജില്ലയിൽ നിന്നാണെന്ന് ഓർത്തണം. ഓരോ ജില്ലയിൽ നിന്ന് എടുക്കുന്നതിനകത്താണ് ഇതെല്ലാം. ഏറ്റവും വലിയ ലിസ്റ്റ് കറിവേപ്പിലയിലാണ്. അതുകൊണ്ടാണ് കൃഷി വകുപ്പ് തന്നെ പല പദ്ധതികൾ കൂടി ഇപ്പോൾ ഒരു വീട്ടിൽ 5 അംഗങ്ങളുണ്ടെങ്കിൽ 5 മൂട് കറിവേപ്പെങ്കിലും നട്ടുപിടിപ്പിക്കണം. നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം തന്നെ ഇതിനുവേണ്ടി മുന്നോട്ട് വന്ന് തിരുവനന്തപുരത്ത് ഇപ്പോൾ കറിവേപ്പിൻ തൈകൾ കർഷകർക്ക്, ആ കർഷക കൂട്ടായ്മയിലൂടെ കർഷകർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്തരം ഈ കറിവേപ്പ് നട്ടുപിടിപ്പിക്കുക നിർബന്ധമായിട്ട്. അതുപോലെ പുതിനയില പല പാചകങ്ങളിലും അവസാനം ഇതിൻ്റെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ പുതിനയിലക്കകത്ത് കണ്ടെത്തിയ വിഷത്തിൻ്റെ ലിസ്റ്റാണിത്. ക്ലോർപൈറിഫോസ്, സൈപ്പർമെത്രിൻ, ബൈഫെൻത്രിൻ. ഇതൊക്കെ ബൈഫെൻത്രിൻ എന്ന് പറയുന്നത് ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന് സംശയിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഉള്ളിൽ ചെന്ന ഉടനെ നമുക്ക് രോഗം ഉണ്ടാകുമെന്നല്ല, അങ്ങനെ പറയാനൊക്കത്തില്ല. എങ്കിലും ഇതെല്ലാം ദൂരവ്യാപകമായ ദിവസവും നമ്മുടെ ഉള്ളിലെത്തിയാൽ കുറേ കാലം കഴിയുമ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ രോഗത്തിന് കാരണമാകുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ട്. ഈ ആശങ്ക ഒഴിവാക്കണമെങ്കിൽ പച്ചക്കറികൾ കഴിയുന്നതും നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ. എന്നാൽ പൊതുവെ പഴവർഗ്ഗങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ പഴവർഗ്ഗങ്ങളിൽ നമുക്ക് ആകെ ഒരു 4 ഇനം പഴവർഗ്ഗങ്ങളാണ് വിഷാംശം കണ്ടെത്തിയത്. 4 ഇനം. അതിൽ ഒന്നാമത്തേത് സിംല ആപ്പിൾ എന്ന് പറയുന്നതിനകത്ത് കണ്ടെത്തിയിരുന്നു. അതേപോലെ വെണ്ണപ്പഴം, അവക്കാഡോ, അതിൽ കണ്ടെത്തിയിട്ടുണ്ട്. കറുത്ത മുന്തിരിയാണ്. കറുത്ത മുന്തിരിയിലാണ് വീണ്ടും നമ്മുടെ പഴവർഗ്ഗങ്ങളിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം, അല്ലെങ്കിൽ ഏറ്റവും സ്ഥിരമായ പ്രശ്നം മുന്തിരിയിൽ മാത്രമാണ്. ഈ മുന്തിരിയിലുള്ള വിഷത്തിൻ്റെ അംശം കഴുകിയാൽ പോലും പോകത്തില്ല. കാരണം മുന്തിരിയുടെ പുറത്തൊരു പ്രത്യേകതരം വാക്സ് കോട്ടിംഗ് ഉണ്ട്. നാച്ചുറൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വാക്സ് ലെയർ ഉണ്ട്. ഈ വാക്സ് ലെയറിൽ ഇത് പറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കഴുകിയാൽ, ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. എങ്കിലും അത് ഉപയോഗിച്ച് കഴുകിയിട്ട് പോലും 40% അതിൻ്റെ പുറത്തുനിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ മുന്തിരി മാത്രമാണ് പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. എന്നാൽ മാമ്പഴത്തിൻ്റെ ഈ കഴിഞ്ഞ വർഷം എടുത്ത 3 സാമ്പിൾ പരിശോധിച്ചാൽ ഒരെണ്ണത്തിനകത്ത് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു വിശദമായ ഉത്തരമായിട്ട് അതെടുക്കാം. പ്രൊഫനോഫോസ് എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട കീടനാശിനി ഒരെണ്ണത്തിൽ കണ്ടു. എങ്കിലും പൊതുവെ മൊത്തത്തിൽ നോക്കിയാൽ പഴവർഗ്ഗങ്ങൾ തീർച്ചയായിട്ടും അത് സുരക്ഷിതമായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ മുന്തിരി, അതേപോലെ തന്നെ പച്ചമുന്തിരി തന്നെ ഉണക്കുന്നതാണ് ഉണക്കമുന്തിരി.
നമ്മുടെ മുന്തിരി 1 കിലോ എടുത്ത് ഉണക്കിയാൽ കിട്ടുന്നത് 200 ഗ്രാം, 5-1 അതിൻ്റെ വെയിറ്റ് കുറയുകയാണ്. ആ ഉണക്കമുന്തിരിയിൽ മഞ്ഞ നിറത്തിലുള്ള ഉണക്കമുന്തിരി എന്ന് പറയുന്നതാണ് ഇപ്പോൾ അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. ഈ മഞ്ഞ നിറത്തിലുള്ള ഉണക്കമുന്തിരി നമ്മുടെ കേക്ക് ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. പച്ച നിറത്തിൽ കിട്ടുന്ന മാർക്കിൽ കിട്ടുന്ന പഴുത്ത മുന്തിരിയെ ഉണക്കുമ്പോഴാണ് അത് മഞ്ഞ മുന്തിരിയാണ്. അതിനകത്ത് കണ്ട കീടനാശിനികൾ നമുക്ക് തീർച്ചയായിട്ടും അത് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പണ്ടൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ മുന്തിരി കിസ്മിസ് ഈ ഉണക്കമുന്തിരി വെള്ളത്തിൽ അലിയിച്ചിട്ട് വെള്ളം കുടിക്കും. എന്നാൽ ആ വെള്ളത്തിൽ അലിയിക്കുന്നതിന് പകരം അങ്ങനെ കൊടുക്കേണ്ടിയപ്പോൾ ഞങ്ങളുടെ പരീക്ഷണം നടത്തിയതിൽ കണ്ടത് ഇളം ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇത് മുക്കി വെച്ച ശേഷം ആ വെള്ളം കളയണം. കളഞ്ഞിട്ട് കഴിച്ചാൽ ആ മുന്തിരിയിലുള്ള പുറമേ പറ്റിയിരിക്കുന്നതിന്റെ ഒരു 40-50% വരെയെങ്കിലും നീക്കം ചെയ്യാൻ പറ്റുമെന്ന്. തിരിച്ചു വരാം, ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, പറയുമോ? പേര് പറയാമോ സർ? എന്റെ പേര് സുരേന്ദ്രൻ എന്നാണ്. സുരേന്ദ്രൻ കോതമംഗലം. ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. ഹലോ മാഡം, ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ പച്ചക്കറികളിൽ നിന്നും കിട്ടുന്ന പച്ചക്കറികളെല്ലാം വിഷമയമായ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. വിദേശത്തുനിന്ന് അല്ല മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും ഇങ്ങനെ കിട്ടുന്ന പച്ചക്കറികളിൽ വളരെയധികം വിഷാംശം കലർന്നിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമുക്കത് അങ്ങനെ നമുക്ക് ബോധ്യമാകുന്നുണ്ടെങ്കിൽ സർക്കാർ എന്തുകൊണ്ട് അത് ശക്തമായിട്ട് തടയുന്നില്ല? അത് തടഞ്ഞു കഴിഞ്ഞാൽ ഈ കയറ്റി അയക്കുന്ന ഈ വ്യാപാരികളെ ശിക്ഷിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ശക്തമായ ഒരു നിയമം നമുക്കില്ലാത്തത് എന്തുകൊണ്ടാണ്? ചെറിയ ചെറിയ പിഴകളിലൂടെ അവര് ശരിക്കും ഒരു തരം പ്രോത്സാഹിപ്പിക്കുന്ന വേണം പറയാൻ. അപ്പൊ നമുക്ക് നല്ല ശക്തമായ ശിക്ഷാ നടപടികളുണ്ടോ? ഇതിന് ശരിക്കും സർക്കാർ ഇത് നിർത്തലാക്കാൻ പാടില്ലേ? ഇത് ഇങ്ങനെയുള്ള ടെസ്റ്റുകളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അത് ശക്തമായിട്ട് ഇതിനെതിരെ നിയമ നടപടികൾ കൊണ്ടുവരാൻ പാടില്ലേ? ഇതാണ് ചോദിക്കുന്നത്. ഇത് നിയമം ഉണ്ട്. കാരണം ഈ നിയമം നടപ്പാക്കേണ്ടതും ഈ നിയമം പാലിക്കേണ്ടതും ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള ഭക്ഷ്യ സുരക്ഷാ വിഭാഗമാണ്. വളരെ ശക്തമായൊരു വിഭാഗമുണ്ട്. അവർക്ക് 4 ലാബറട്ടറികളുണ്ട്. ലാബറട്ടറികൾ ആധുനിക സൗകര്യങ്ങളുണ്ട്. അവിടെയും പരിശോധന, ഞാൻ ഈ കാണിച്ച റിപ്പോർട്ടെല്ലാം കൃഷി വകുപ്പിന്റെ ധനസഹായത്തോടെ കാർഷിക സർവകലാശാല നടത്തുന്ന പഠന ഗവേഷണങ്ങളുടെ ഫലങ്ങളാണ്. മറ്റത് നിയമപരമായ പരിശോധന നടത്തുന്നത് ഭക്ഷ്യസുരക്ഷാ വിഭാഗമാണ്. അവർ കേസ് ചാർജ് ചെയ്യുന്നുണ്ട്. എന്നാൽ കേസ് എടുക്കുമ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ പലപ്പോഴും ഇപ്പോൾ ചോദിച്ചതുപോലെയുള്ള ശക്തമായ ശിക്ഷാ നടപടികൾ, ഇപ്പോൾ എല്ലാ നിയമങ്ങൾക്കും അതിൻ്റേതായ പഴുതുകളുണ്ടല്ലോ. അത്തരം പഴുതുകൾ ഉപയോഗിച്ച് പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച നിയമം ഉണ്ടാക്കിയ നിയമം എഴുതിയപ്പോൾ ഉദ്ദേശിക്കപ്പെട്ടത് അത്ര സൂക്ഷ്മമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിലും എന്തായാലും നിയമപരമായിട്ടുള്ള നടപടികളുണ്ട്, അതിനുള്ള പരിശോധനയുണ്ട്. ഇത് ചെയ്യുന്ന ആരോഗ്യവകുപ്പാണ്, കൃഷി വകുപ്പല്ല. കൃഷി വകുപ്പിന് ഈ പഠന ഗവേഷണങ്ങൾ നടത്തുകയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിൽ സുരക്ഷിത കൃഷി, വിഷരഹിത കൃഷി, ജൈവ കൃഷി, നല്ല കൃഷി ഇത് വ്യാപിപ്പിക്കുകയാണ് കൃഷി വകുപ്പിന്റെ ചുമതല. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. സുരേന്ദ്രന്റെ ഒരു സംശയത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ഈ കീടനാശിനികളെ തന്നെ നമുക്ക് കേരളത്തെ നിരോധിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. അതിന് എന്ത് പറയാൻ പറ്റും? അത് പറയാം. കേരളം സംസ്ഥാനം ഓർത്തുണ്ടെങ്കിൽ ഇന്ത്യയിലെ കേരള സംസ്ഥാനം മാത്രമാണ് 2011 ഈ നിരോധനത്തെപ്പറ്റി ഒരു ധീരമായ നടപടിയെടുത്തത്. 14 കീടനാശിനി, കളനാശിനി, കുമിൾനാശിനി വിഭാഗത്തിൽപ്പെട്ട 14 എണ്ണമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നിരോധിച്ചത്. അതിനുശേഷം കഴിഞ്ഞ വർഷം അന്നത്തെ പട്ടികയിൽ പെടാതിരുന്ന 2 കീടനാശിനികളും പോരാതെ 7 അല്ലെ സംശയിക്കപ്പെടുന്ന 7 കീടനാശിനികളും കളനാശിനികളും നിയന്ത്രിതമാക്കി. അപ്പോൾ നമ്മുടെ ഈ സംസ്ഥാനം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത്തരം നിയമപരമായ നിരോധനം നടത്താൻ കേന്ദ്ര കീടനാശിനി ബോർഡിന് മാത്രമേ അധികാരമുള്ളൂ. പക്ഷെ അതേസമയം ഇതുകൊണ്ടുള്ള ദോഷഫലങ്ങൾ പഠിച്ച് വെളിപ്പെട്ടപ്പോൾ അത് പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതായതുകൊണ്ട് ഭരണഘടനാപരമായി ഒരു സംസ്ഥാനത്തെ പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യത്തെ പാലിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനായതുകൊണ്ട് ആ വകുപ്പ് ഉപയോഗിച്ചാണ് 2011 നിരോധിച്ചത്. കഴിഞ്ഞ വർഷവും 2 എണ്ണം കൂടെ നിരോധിച്ചു. അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനം ചെയ്ത ഈ ഒരു മാതൃക തീർച്ചയായിട്ടും വളരെ അഭിമാനിക്കാവുന്നതാണെന്നുള്ളതിന് സംശയം. തീർച്ചയായും സുരേന്ദ്ര, ഉത്തരം വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി. സർ, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഈ നമ്മുടെ മുളകിൻ്റെ വിഷാംശ പരിശോധനയുടെ റിസൾട്ടാണ്. അത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യം. കാരണം പച്ചക്കറികൾ നമ്മൾ പാചകം ചെയ്യുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പച്ചക്കറികൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ
എല്ലാവിധ സുഗന്ധവ്യഞ്ജനങ്ങളും ഇല്ലാതെ നമുക്ക് ഈ പച്ചക്കറി വളരെ സുരക്ഷിതമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലും പാചകം ചെയ്യുമ്പോൾ മറ്റ് ചില സംഗതികൾ കൂടെ വേണം. ഇതിനുവേണ്ടി ഇപ്പോൾ ഏലക്ക തീർച്ചയായിട്ടും കേരളത്തിൻ്റെ തന്നെ ഉൽപ്പന്നമാണ്. കേരളത്തിലെ ഇടുക്കി, വയനാട് ജില്ലയിലും അതേപോലെ തമിഴ്നാട്ടിലെ കമ്പം, തേനി ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഏലക്ക എവിടെ നിന്ന് വരുന്നത് നമുക്കറിയത്തില്ല. ഒറ്റ പാക്കറ്റ് ഏലക്ക പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ വിഷത്തിൻ്റെ ലിസ്റ്റാണിത്. സാമ്പിൾ 2 എന്ന് പറയുന്നത് 1, 2, 3, 4 എണ്ണം. സാമ്പിൾ 3 എണ്ണത്തിനകത്ത് 4, സാമ്പിൾ 4 എണ്ണത്തിനകത്ത് 6 കീടനാശിനി ഒരു പാക്കറ്റിൽ. എന്നാൽ ഇത് പേടിക്കേണ്ട, ഇതാണ് ഈ ഒരു ശാസ്ത്രീയമായ കണ്ടെത്തൽ. ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഒരു മാസം എത്ര ഏലക്ക നമ്മുടെ ഉള്ളിലെത്തും. നമ്മളത് എല്ലാ കറികളിലൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ ലാബറട്ടറി നടത്തിയ പഠനത്തിൽ വളരെ എളുപ്പത്തിൽ ഏലക്കായുടെ പ്രശ്നം പരിഹരിക്കാതിരിക്കും. ഏലക്കായുടെ തോടിലാണ് ഈ പറഞ്ഞ വിഷാംശം എല്ലാം കണ്ടെത്തിയത്. ആ തോടങ്ങ് മാറ്റി അതിൻ്റെ അരി മാത്രം എടുത്താൽ ആ ഒറ്റ പ്രക്രിയ കൊണ്ട്, ആ ഒറ്റ ഒരു പ്രോസസ്സിങ് വരുത്തുന്ന മാറ്റം കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാം. നമുക്ക് തിരിച്ചു വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, ആരാണ്? ഞാൻ രാജേഷാണ്, ശ്രീകാര്യം. ചോദിക്കാം രാജേഷ്. ചോദിക്കാൻ വെച്ചാൽ നമ്മുടെ ഈ ഹോർട്ടിക്കോർപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറിയെല്ലാം ഇതെല്ലാം വിഷാംശം വളരെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിൽ നമ്മുടെ പിന്നെ തൊണ്ടയ്ക്കും പിന്നെ പല അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഹോർട്ടികോർപ്പ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കേരള കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഔട്ട്ലെറ്റാണ്. അപ്പോൾ ഇവിടെ സംഭരിക്കുന്നത് കേരളത്തിലെ തന്നെ പരമാവധി കേരളത്തിലെ തന്നെ കർഷകർ നല്ല കൃഷി രീതി അനുസരിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ സംഭരിച്ച് വിൽക്കുന്നതിന് വേണ്ടിയാണത് വിപണനം നടത്താൻ വേണ്ടിയാണ് ഹോർട്ടികോർപ്പ് ആരംഭിച്ചതും. അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം. എന്നാൽ എല്ലാ പച്ചക്കറികളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ ചിലത് തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അവിടെയുള്ള ഇത്തരം നല്ല കൃഷി ചെയ്യുന്ന ക്ലസ്റ്ററുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നിന്നാണ് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ പ്രതിമാസം 15-20 സാമ്പിളുകൾ ഞങ്ങളുടെ ലാബറട്ടറിയിൽ പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചതിൽ കാര്യമായ പ്രശ്നമൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ചോദ്യത്തിനകത്ത് എനിക്കത് അത്ര അങ്ങോട്ട് വ്യക്തമായില്ല. പച്ചക്കറി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം തക്കാളി കഴുകിയിട്ട് കഴിക്കുമ്പോൾ ഒരു എരിച്ചിൽ പോലെ തൊണ്ടയിൽ അനുഭവപ്പെടുന്നുണ്ട് തക്കാളിയായി. അപ്പം മലക്കറി നമ്മൾ പച്ചക്ക് തക്കാളി കഴുകിയിട്ട് കഴിക്കുമ്പോൾ ഒരു എരിച്ചിൽ പോലെ ഭയങ്കര കുറെ നേരത്തേക്ക് ഒരു മരം അനുഭവപ്പെടുന്നത്. അത് ഈ കീടനാശിനി ചേർത്തിട്ടല്ലേ അത് നമുക്ക് അനുഭവപ്പെടുന്നത്? അത് ഈ ഹോർട്ടികോർപ്പിൽ നിന്ന് വാങ്ങിയ തക്കാളിയിൽ മാത്രമേ അനുഭവപ്പെട്ടിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ഹോർട്ടികോർപ്പിന്റെ എന്ന് നമ്മൾ പറയണ്ട. ചില പച്ചക്കറികളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതാണല്ലോ ഞാനിപ്പോൾ വിശദമായിട്ട് റിപ്പോർട്ട് കാണിച്ചത്. പക്ഷേ ഈ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ തൊണ്ടയിലോ, ഞാൻ ആരോഗ്യ വിദഗ്ധനല്ല, എനിക്കതിനെപ്പറ്റി പറയാനുള്ള ആധികാരികതയില്ല, എങ്കിലും ഇതിനകത്ത് കണ്ട വിഷാംശത്തിന്റെ അളവ് ഞങ്ങൾ കാണിച്ചതെന്ന് പറയുന്നത് 0.5 pp എന്ന് പറഞ്ഞാൽ 1 കിലോ തക്കാളിയിൽ 0.5 മില്ലിഗ്രാമേ ഉള്ളൂ. 1 കിലോ തക്കാളി പരിശോധിക്കുമ്പോൾ 0.5 മില്ലിഗ്രാം എന്ന് പറയുന്നത് വളരെ ചെറിയൊരളവാണ്. ഈ അളവിലൊരു രാസവസ്തു നമ്മുടെ ഉള്ളിലെത്തിയാൽ ഇമ്മീഡിയറ്റായിട്ട് അതിന് നമ്മുടെ തൊണ്ടയിലോ വായിലോ ഒന്നും അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള കരിയാപ്പിലയിൽ തീർച്ചയായിട്ടും കരിയാപ്പിലയിൽ ഞാൻ കാണിച്ചില്ല. കരിയാപ്പിലയിൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ കാണിച്ചില്ല. കരിയാപ്പിനകത്ത് ആകെ പരിഹാരം നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ കറിവേപ്പ് നട്ടുപിടിപ്പിക്കുക, കറിവേപ്പില വാങ്ങി ഉപയോഗിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം. ഓക്കെ, താങ്ക് യു. വിളിച്ചതിന് നന്ദി സർ. നമുക്ക് ഒട്ടനവധി പച്ചക്കറികൾ നമുക്ക് തോല് പോലും ചെത്താതെ നേരെ അടുപ്പത്ത് വെക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. തക്കാളി, അതുപോലെ തന്നെ ക്യാപ്സിക്കം, അതുപോലെ മത്തൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളെ എങ്ങനെയാണ് ഒരു പൊടിക്കൈകൾ ഉപയോഗിച്ച് നമുക്കത് ശുചീകരിച്ച് വിഷമുക്തമാക്കി എടുക്കാൻ കഴിയുന്നത്? ഇത് വളരെ വിശദമായിട്ട് ഞങ്ങളുടെ ഈ ലാബറട്ടറിയിൽ പഠനം നടത്തി. ഞങ്ങളുടെ കാർഷിക കോളേജിൽ പഠിച്ച MSc PhDക്കൊക്കെ ഗവേഷണം ചെയ്ത കൂടുതലും വിദ്യാർത്ഥിനികളായിരുന്നു. അവരുടെ പഠന വിഷയം തന്നെ ഇതായിരുന്നു. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് പാചകത്തിന്. ആ വസ്തുക്കൾ മാത്രം, ഉദാഹരണത്തിന് ഉപ്പ്, വിനാഗിരി, വാളൻപുളി, പിന്നെ സോഡാക്കാരം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓരോന്നിൻ്റെയും നിശ്ചിത സാന്ദ്രതയിലുള്ള ലായനി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ പച്ചക്കറികൾ മുക്കി വെച്ച് നോക്കി. 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് മുക്കി വെച്ചാൽ ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ട 3 പദാർത്ഥങ്ങൾ: 1 വിനാഗിരി, 2 വാളൻപുളി, 3 മഞ്ഞൾപ്പൊടി. ഉപ്പ് വളരെ വളരെ കുറച്ച് 30%, 40% ഒക്കെ നീക്കിയപ്പോൾ
വാളൻപുളി ഏതാണ്ട് 45-50% വരെ നീക്കിയതായിട്ട് കണ്ടു. മഞ്ഞൾപ്പൊടി ഏതാണ്ട് അതേപോലെ നീക്കിയതായിട്ട് കണ്ടു. വിനാഗിരി 50 മുതൽ 55% വരെ. ഇതിൻ്റെ പുറമേയുള്ള അകത്തോട്ടുള്ള വിഷത്തെക്കാളിലും പുറമേ ഞങ്ങളുടെ പഠനത്തിൽ കണ്ടത് കൂടുതലും പച്ചക്കറികളുടെ പുറമേ തങ്ങി നിൽക്കുന്നതായിട്ടാണ്. അകത്തോട്ട് ഇറങ്ങുന്നത് വളരെ കുറച്ച് സിസ്റ്റമിക്കായിട്ട് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ ഇതിൻ്റെ പുറമേ നിന്ന് മാറ്റാൻ സാധിക്കുന്നു, എങ്ങനെ സാധിച്ചു എന്ന് പഠിച്ചപ്പോൾ മനസ്സിലായത് ഈ വിനാഗിരി ആണെങ്കിലും വാളൻപുളിയാണെങ്കിലും ഇതെല്ലാം അമ്ലങ്ങളാണ്. വിനാഗിരിയിൽ അസറ്റിക് അമ്ലം, വാളൻപുളിയിൽ ടാർട്ടാറിക് അമ്ലം, അതുപോലെ മഞ്ഞൾപ്പൊടിക്കകത്ത് ടെർമറോളുണ്ട്, കുർക്കുമിനുണ്ട് തുടങ്ങിയ ഇത്തരം ഈ പദാർത്ഥങ്ങളുടെ എല്ലാം ഒരു ചേരുവ പരിശോധിച്ചു. അപ്പോൾ പലതരത്തിലുള്ള പല അളവിലുള്ള ചേരുവകൾ പരിശോധിച്ചപ്പോൾ ഒരു പ്രത്യേക ഫോർമുലയിലെത്തിയപ്പോൾ ഇത് കുറേ കൂടെ ഫലപ്രദമായിട്ട് ഇതിൻ്റെ പുറത്തുനിന്ന് മാറ്റാൻ സാധിക്കുമെന്ന് കണ്ടെത്തി. അത് ഞങ്ങൾ കാർഷിക സർവകലാശാല ഒരു ഫോർമുലയാക്കി വികസിപ്പിച്ചു. ആ ഫോർമുലയ്ക്ക് സർവകലാശാല കൊടുത്ത പേര് വെജി വാഷ് എന്നാണ്. ഇത് കാർഷിക സർവകലാശാല തന്നെ പുറത്തിറക്കിയതാണ്. ഇത് നമ്മുടെ വെള്ളായണി കാർഷിക കോളേജിലുണ്ട്, അതേപോലെ കൊട്ടാരക്കരയുണ്ട്, തൃശ്ശൂരിൽ ലഭിക്കും. ഇത് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. 1/2 ലിറ്റർ ലായനിക്ക് 100 രൂപയുള്ളൂ വില. ഇത് കാർഷിക കോളേജിലുണ്ട്. അപ്പോൾ ഇതിനകത്തെ ചേരുവയുടെ വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്ത് വിടാൻ യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നില്ല. എങ്കിലും അതിനുവേണ്ടി ഒരു നിശ്ചിത ഫീസ് അടച്ച് സർവകലാശാലയെ സമീപിച്ചിട്ടുള്ള സംരംഭകർക്ക് 45 പേർക്ക് ഈ സാങ്കേതിക വിദ്യ കൊടുക്കുകയും അതാത് സംരംഭകർ അവരവരുടെ പേരുകളിൽ ഇത് ഉൽപ്പന്നം ബോട്ടിലുകളിലാക്കി മാർക്കറ്റിലെത്തിച്ചത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എത്തിയിട്ടുണ്ട്. ഓരോ പേരുകളിലായിരിക്കും, പക്ഷേ അതിനകത്ത് പ്രിന്റ് ചെയ്തിരിക്കും സോഴ്സ് ഓഫ് ടെക്നോളജി കാർഷിക സർവകലാശാല. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് വേണമെങ്കിൽ അത് നമുക്ക് പച്ചക്കറി ഒരു ബൗളിൽ എടുത്തിരിക്കുകയാണ്. നമ്മുടെ ക്യാപ്സിക്കം, അതുപോലെ തന്നെ മുള്ളങ്കി, റാഡിഷ്, പിന്നെ തക്കാളി. ഇതിൽ മുങ്ങിക്കിടക്കത്ത വിധത്തിൽ ഒരു ബൗളിൽ എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക. 1 ലിറ്റർ വെള്ളത്തിനുള്ള കണക്കാണ് പറയാൻ എളുപ്പം. 1 ലിറ്റർ വെള്ളത്തിൽ എത്ര ലായനി ചേർക്കണം? ഈ ലായനി കയ്യിലില്ലെങ്കിൽ ഈ ലായനിക്ക് പകരം വിനാഗിരി എത്ര ചേർക്കണം, വാളൻപുളിയാണെങ്കിൽ എത്ര ചേർക്കണം എന്നുള്ളത് പറഞ്ഞില്ല. മുഴുവൻ ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരടപ്പെന്ന് പറയുന്നത് ഏതാണ്ട് 7 മില്ലി ലിറ്ററാണ്. അപ്പോൾ ഒരു കാൽ അടപ്പും കൂടെ ചേരുമ്പോൾ 10 മില്ലി. അപ്പോൾ 10 മില്ലി ഈ ലായനിയുടെ 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ 15 മിനിറ്റ് നേരം അത് മുങ്ങിക്കിടക്കത്തക്കൊണ്ട്. ഇത് ക്യാപ്സിക്കമായതുകൊണ്ട് അതിനകത്ത് വായു ഉള്ളതുകൊണ്ടാണ് ക്യാപ്സിക്കം പൊങ്ങിക്കിടക്കുന്നത്. മറ്റു പച്ചക്കറികളൊക്കെ അതിനകത്ത് മുങ്ങിക്കിടക്കും. അപ്പോൾ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ 15 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള പറ്റിയിരിക്കുന്ന, ഞാൻ പറഞ്ഞ വളരെ ചെറിയ അളവിലാണ്, 10 ലക്ഷത്തിലെ ഒരു അംശമാണ് ഒരു ppm എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു 65 മുതൽ 75-80% വരെ ഇതിൻ്റെ പുറത്തു നിന്ന് ഈ വെള്ളത്തിലേക്ക് ഇളകി വരാനുള്ള സമയമാണ് 15. എങ്ങനെ ഇത് ഇളകി വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അമ്ലത്വം കൊണ്ടാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന 3-4 പദാർത്ഥങ്ങൾ പറഞ്ഞല്ലോ, വിനാഗിരി, പുളി പോലെയുള്ള. ഇതിനകത്തെ ആ അമ്ലത്വം കൊണ്ട് ഇതിനൊരു പർട്ടിക്കുലർ pH ഉണ്ട്, ഒരു അമ്ലത്വം. ആ അമ്ലത്വത്തിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ പുറത്തുള്ള വിഷാംശം കുറേ ഇത് ലായനിയിലേക്ക് വരുന്നു. 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളം പാർട്ട് കളയുക, വീണ്ടും നല്ല വെള്ളത്തിൽ 2 തവണ കൂടെ കഴുകുക. ഇത്രയും ചെയ്യുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് പരിശുദ്ധമായി എന്നൊരിക്കലും അവകാശപ്പെടുന്നില്ല. എങ്കിലും നമ്മൾ നേരിട്ട് കഴിക്കുന്ന സലാഡിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ സലാഡിന് നേരത്തെ ആശ ചോദിച്ചതുപോലെ ഇത് പാചകം ചെയ്യാതെ നേരിട്ട് ഉപയോഗിക്കുന്നതാണ്. തക്കാളി, സലാഡ് വെള്ളരി, സലാഡ് ക്യാപ്സിക്കം. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഇങ്ങനെ കഴുകിയിട്ട് നല്ലവണ്ണം വൃത്തിയായിട്ട് തുടച്ചിട്ട് ഇത് നമ്മുടെ ഇതിനകത്ത് റെഫ്രിജറേറ്ററിനകത്ത് തന്നെ വയ്ക്കാൻ സാധിച്ചാൽ അത് വളരെ ഫലപ്രദമാണ്, ഒരു മാർഗമാണ്. സർ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ പച്ചക്കറി കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കറി വെക്കാനായിട്ട് മറ്റ് സാധനങ്ങളും കൂടെ ചേർക്കാതിരിക്കാൻ തരമില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും സാമ്പാറിനാണെങ്കിൽ പോലും ഈ സാധനങ്ങളെല്ലാം അനിവാര്യമാണ്. അപ്പോൾ അന്യസംസ്ഥാനത്ത് ഒരുപാട് കീടനാശിനികൾ കണ്ടെത്തിയ ഗ്രൂപ്പിൽപ്പെട്ട ഇത്തരം സാധനങ്ങളെ എങ്ങനെ ഫലപ്രദമായിട്ട് നമ്മുടെ അടുക്കളയിൽ വിഷരഹിതമായി ഉപയോഗിക്കാൻ കഴിയും? അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ റിസൾട്ടിലേക്ക് തന്നെ ഒന്നുകൂടെ തിരിച്ചു വരാം. കാരണം ഈ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും പ്രശ്നം ഉള്ളത് വറ്റൽമുളകിലാണ്. വറ്റൽമുളകിലും മുളകിൽ നിന്നുണ്ടാക്കുന്ന മുളക് പൊടിയിലും. വറ്റൽമുളകിൻ്റെ സാമ്പിളുകൾ നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന വസ്തുക്കളെയല്ല. ചതച്ച മുളകെന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതേപോലെ ജീരകമുണ്ട്, പെരിഞ്ജീരകമുണ്ട്. പല ബ്രാൻഡുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടി, മുളക് പൊടിയുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. എത്തയോൺ, ബൈഫെന്ത്രിനാണ് നേരത്തെ ഞാൻ പറഞ്ഞ ക്യാൻസർ ഉണ്ടാക്കാൻ വരെ സാധ്യതയുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ഒരു കീടനാശിനിയാണ് ബൈഫെന്ത്രിൻ. ക്ലോർപൈറിഫോസ്,
അപ്പോൾ ഇത്തരം കീടനാശിനികൾ ഈ സാമ്പിളുകളിൽ കണ്ടെത്തി 18 സാമ്പിൾ 24 സാമ്പിളുകളിലാണിത് പരിശോധന. അപ്പോൾ ഇത് എങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിക്കുമ്പോൾ ഇതിനും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരമാർഗ്ഗം ഇല്ലെങ്കിലും ഈ വറ്റൽമുളക് വാങ്ങുമ്പോൾ ഒരു വീട്ടിലേക്ക് നമുക്കൊരു 2-3 മാസത്തേക്ക് ആവശ്യമുള്ള വറ്റൽമുളക് വാങ്ങി അത് കഴുകണം. വെറുതെ സാധാരണ വെള്ളത്തിൽ കഴുകുന്നതുകൊണ്ട് ഒരു 20% 25%-ത്തിലപ്പുറം പോകത്തില്ല. ഈ വെള്ളത്തിനകത്തേക്ക് ഒന്നുകിൽ വിനാഗിരിയാണെങ്കിൽ വിനാഗിരിയുടെ കുപ്പിയുടെ അടപ്പിൽ 3 അടപ്പ് വിനാഗിരി 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ 2 ലിറ്റർ വെള്ളം, ഒരു 1.5 കിലോ വറ്റൽമുളക് എടുത്താൽ ഒരു 2 ലിറ്റർ വെള്ളത്തിൽ 6 അടപ്പ് വിനാഗിരി ഒഴിച്ച് കലക്കി അതിനകത്ത് ഈ വറ്റൽമുളക് ഇട്ട് നല്ലവണ്ണം കഴുകുകയും അതേസമയം ഒരു 15 മിനിറ്റ് ആകുന്നത് വരെ കാത്തിരുന്നതിന് ശേഷം ഇതെടുത്ത് ഈ 2 തവണ കൂടെ നല്ല വെള്ളത്തിൽ കഴുകിയ ശേഷം ഈ വെള്ളം പൂർണ്ണമായിട്ട് വാർന്നു പോകാൻ അനുവദിക്കണം. അതൊരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് രാവിലെ ഒരു 6 മണിക്ക് 6:30-ക്കൊക്കെ ഇത് തുടങ്ങിയാൽ ഏതാണ്ട് വെയിൽ ഉറയ്ക്കുന്ന സമയത്തേക്ക് ഇത് നമുക്ക് ഈ മുളക് വെള്ളം വാർന്ന് ഏതാണ്ട് ഉണങ്ങാൻ തുടങ്ങുന്ന പരുവത്തിലെത്തും. ഇനി തീർന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2-3 വറ്റൽമുളക് എടുത്ത് ആ മുളക് കത്രിക കൊണ്ട് മുറിക്കുന്നതിൻ്റെ കാരണം ഈ മുറിക്കുന്ന കഷ്ണങ്ങൾക്ക് അകത്തിരിക്കുന്ന ജലാംശം വെയിലടിച്ച് ഉണങ്ങാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇത് പൂപ്പൽ വരാൻ സാധ്യത. അതെ, ഒരേപോലെ ഉണങ്ങണം. അപ്പോൾ ഈ മുറിച്ച വറ്റൽമുളക് കഴുകി ശുദ്ധീകരിച്ച് മുറിച്ച വറ്റൽമുളക് ഒരു നല്ല കട്ടിയുള്ള കോട്ടൺ ഷീറ്റിൽ ടെറസിൽ വിരിച്ച് ഉണക്കി 2 ദിവസത്തെ വെയിൽ കൊണ്ട് ഉണങ്ങിയാൽ, അങ്ങനെ ഉണക്കി ശേഷം മില്ലിൽ കൊണ്ട് പൊടിച്ചതിന് ശേഷം നമ്മുടെ കുപ്പിയിൽ ഇത് അങ്ങനെ തയ്യാറാക്കിയ മുളക് പൊടി തന്നെയാണ്. ഇതെൻ്റെ വീട്ടിൽ തന്നെ ചെയ്ത മുളക് പൊടിയുടെ ഈ മുളക് പൊടി നമ്മൾ ഒരു കുപ്പിയിൽ നിറച്ച് വായു കടക്കാതെ ഈ ഒരു കുപ്പിയിൽ നിറച്ച് വയ്ക്കുക. ഇതേപോലെ നമുക്ക് മല്ലിയും ചെയ്യാം. മല്ലി ഇതേപോലെ കഴുകിയിട്ട് ഉണക്കി പൊടിച്ച് ഈ കുപ്പിക്കകത്ത് വായു കടക്കാത്ത രീതിയിൽ ഫുള്ളാക്കി നിറച്ച് ഒരു തീയതിയും കൂടെ അതിൽ എഴുതാമെങ്കിൽ എന്ന് നമ്മൾ ചെയ്തെന്നുള്ളത് അറിയാൻ പറ്റും. അതപ്പോൾ ഇത് തീരുന്നത് വരെ നമുക്ക് ഇതിനെ ആശ്രയിക്കാം. അപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കേണ്ടെന്നല്ല പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ കൺസേൺ ഉള്ളവർ, കൂടുതൽ ഇതിന് ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി ചിന്താകുലമുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് കുറേ പ്രശ്നങ്ങളെങ്കിലും കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ. നമുക്കൊരു കോളുണ്ട്. ഹലോ, നസീർ കിഴക്കതിൽ. ഹലോ, ആരാണ്? നസീർ കിഴക്കതിൽ. നസീർ, നമ്മുടെ പ്രോഗ്രാമിന് വളരെ സമയം കുറവാണ്. ഇനി ചോദ്യങ്ങൾ ചുരുക്കി ചോദിക്കാം. നസീർ, ടിവിയിൽ നോക്കണ്ട, ചോദിച്ചോളൂ. മേഡം, ഹലോ, കേൾക്കാം, ചോദിച്ചോളൂ. ഞാൻ അതായത് നമ്മൾ ഈ പൂപ്പൽ ഉണ്ടല്ലോ, അതായത് ഈ മുഞ്ഞ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ, മുഴുവൻ ചോദ്യം കേൾക്കട്ടെ. അതായത് ഈ മുഞ്ഞ, അതായത് പൂപ്പൽ, നമ്മൾ എന്ത് നട്ടു കഴിഞ്ഞാലും ഇത് അതിന് മൊത്തത്തിൽ ഇങ്ങനെ ഒരു പൂത്ത് വരുമ്പോ സമയത്ത് ഇത് കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ടേ. അതിന് പ്രതിവിധി എന്താണുള്ളത് ഒന്ന് പറഞ്ഞുതരാമോ? അതിൽ നിന്ന് സുരക്ഷ നേടാൻ വേണ്ടിയാണ്. അത് ഒന്ന് നല്ല രീതിയിൽ തഴച്ച് വളർന്നു വന്ന് കാബലം കിട്ടാറാകുന്ന ടൈമിലാണ് ഈ മുഞ്ഞ എന്നുള്ള സംവിധാനം. സാറിന് മനസ്സിലാവുന്നു? മുഞ്ഞ എന്ന് മനസ്സിലാവുന്നുണ്ടോ? കേട്ടിട്ടുണ്ടോ? മനസ്സിലായി. അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്യാനാണ്. അതിൽ നിന്നും രക്ഷ നേടാൻ, മുക്തി ഉണ്ടാവാൻ. അതായത് നമുക്ക് ഇത് വലിയ കാര്യമില്ലല്ലോ. ഈ മുഞ്ഞ കയറി റെഡിയായി വരുമ്പോൾ മുഞ്ഞ കയറി നശിപ്പിച്ചിട്ട് പോവുക. പൂപ്പലുണ്ട്. അപ്പൊ ഒരു ജീവനുള്ള സംഭവം. സാർ മുഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എന്താണെന്ന് അറിയത്തില്ല. മനസ്സിലായത് മുഞ്ഞ തന്നെ പല തരത്തിലുണ്ട്. ഇത് ചോദിച്ചത് പച്ചക്കറികളെ പറ്റിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പച്ചക്കറികളുടെ ഇലയുടെ അടിയിൽ പ്രത്യേകിച്ച് ഉഷ്ണകാലമാകുമ്പോൾ, വേനൽക്കാലത്ത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരുതരം യഥാർത്ഥ പേര് മുഞ്ഞയല്ല, വെള്ളീച്ചയെന്നാണ്. വെളുത്ത നിറത്തിൽ ആ ഇലയുടെ, മുളകിൻ്റെയൊക്കെ ഇലയുടെയും തക്കാളിയുടെ ഇലയുടെ അടിയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന, അത് തൊട്ട് കഴിഞ്ഞാൽ പറക്കും. ഇത് നീര് കുടിക്കുന്ന ഒരു കീടമാണ്. ഈ കീടത്തിനെ നിയന്ത്രിക്കണമെങ്കിൽ അതിനുള്ള ഒരുപാട് കീടനിയന്ത്രണ ഉപാധികളുണ്ട്. ജൈവ കീടനാശിനികൾ തന്നെയുണ്ട്. ബ്യൂവേറിയ എന്ന് പറഞ്ഞിട്ടൊരു ജൈവ കീടനാശിനി, വിഷമേ അല്ല, രാസവിഷമല്ലാത്തൊരു കീടനാശിനിയുണ്ട്. വേപ്പെണ്ണ ചേർന്നിട്ടുള്ള കീടനാശിനികൾ മാർക്കറ്റിൽ കൃഷിമരുന്ന് കിട്ടുന്ന ഏത് കടയിലും വേപ്പെണ്ണ അടങ്ങിയ കീടനാശിനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലഭിക്കും. അത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ചെടിയുടെ അടിയിൽ സ്പ്രേ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വേപ്പെണ്ണ പച്ചമരുന്ന് കിട്ടുന്ന കടയിൽ നല്ല ഗുണനിലവാര ഉറപ്പുള്ള വേപ്പെണ്ണ വാങ്ങി അതിൽ നിന്ന് അതും അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ ചാറും കൂടെ ചേർത്തിട്ട് അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് കേട്ടോ. അത് തക്ക സമയത്ത്, പ്രത്യേകിച്ച് ഇത് പെരുകി കഴിഞ്ഞിട്ട് നിയന്ത്രിക്കാൻ പോകുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇത് തുടക്കത്തിൽ തന്നെ ഈ വെള്ളീച്ച അല്ലെങ്കിൽ മുഞ്ഞ എന്ന് പറയുന്ന ഈ ജീവി
മുളകിൻ്റെയൊക്കെ ഇലയുടെ അടിയിലേക്ക് കാണുന്ന സമയത്ത് തന്നെ ആ കണ്ട കുറേ ഇലകൾ നീക്കം ചെയ്യുകയും ഇത് സ്പ്രേ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കാം എന്നുള്ളൊരു സംശയമില്ല. ഇതൊരു വലിയ പ്രശ്നമല്ല. പ്രശ്നമാകുന്നത് നമ്മളിത് അവഗണിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് വേനൽക്കാല സമയത്ത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 4 മാസങ്ങളിലാണ് ഈ പ്രശ്നം രൂക്ഷമാകുന്നത്. അപ്പം നമ്മുടെ വിഷയത്തിൽ നിന്ന് അല്പം മാറിയാണ്. അതുകൊണ്ട് നമുക്ക് നസീർ, എന്തായാലും വളരെ ഇതായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ജൈവ കൃഷിയിൽ നമുക്കങ്ങനെ അവഗണിക്കാൻ പറ്റുന്നൊരു കാലമില്ല. എപ്പോഴും നമ്മൾ ജൈവ കീടനാശിനികൾ നമ്മുടെ കയ്യിൽ കരുതണം. ഒരു ടൈം ടേബിൾ തന്നെ ജൈവ കീടനാശിനിയുടെ ഉപയോഗിച്ചുള്ള ജൈവ കൃഷിക്ക് അനിവാര്യമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ബാക്കിയുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞോട്ടെ. ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും വകയില്ലാത്ത വിധത്തിലാണ് നമ്മുടെ പഠന റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ വന്ന പ്രമുഖ ദിനപത്രത്തിൽ നമ്മുടെ വാർഷിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതിനകത്ത് ആദ്യം 18% ഉണ്ടായിരുന്നത് ഇപ്പോൾ 8% കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മലയാളികളുടെ മനസ്സിലുള്ള ഈ ജൈവകൃഷിയുള്ള ആഭിമുഖ്യവും വിഷാംശത്തിനെ കുറിച്ചുള്ള അവബോധവുമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആശങ്കയ്ക്ക് തീർച്ചയായും വകയില്ല. നമ്മുടെ നിങ്ങളുടെ മനസ്സിൽ ബാക്കിയായി നിർത്തിയിരിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് വേണ്ടിയിട്ട് നമുക്ക് സാറിനെ നേരിട്ട് വിളിക്കാം. സാറിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും പറയുന്നു. ഡോക്ടർ തോമസ് ബിജു മാത്യു, പ്രൊഫസർ, വിഷാംശ പരിശോധനാ ലാബ്, കാർഷിക കോളേജ് വെള്ളായണി, തിരുവനന്തപുരം. ഫോൺ നമ്പർ 98 95 40 83 32. വളരെ വിലപ്പെട്ട സമയമാണ് നമുക്കായിട്ട് സാറ് ഈ അവസരത്തിൽ നീക്കിവെച്ചത്. തീർച്ചയായും ദൂരദർശൻ്റെ പ്രേക്ഷകരുള്ള നന്ദി, കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. നമസ്കാരം.